നമസ്കാരം. എക്സലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇഫ് എന്താണെന്നും അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഇഫ് ഫംഗ്ഷൻ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ ഈ ഒരു സെല്ലിന് ജസ്റ്റ് ഒന്ന് കളർ കൊടുക്കാൻ പോവുകയാണ്. അതായത് ഇപ്പോൾ പാസ്സായ സ്റ്റുഡൻറ്റിനെല്ലാം ഒരു ഗ്രീൻ കളറും ഫെയിൽഡായ സ്റ്റുഡൻറ്റിനാം ഒരു റെഡ് കളറും കൊടുക്കണമെന്ന് വിചാരിക്കാം. ഞാൻ ആദ്യമേ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പാസ്സായ സ്റ്റുഡൻറ്റിനെല്ലാം ഗ്രീനും ഫെയിൽഡായ സ്റ്റുഡൻറ്റിനെല്ലാം റെഡ് കളറും കൊടുക്കണം. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, റെഡ് കളർ കൊടുത്തു. അപ്പോൾ ഈ ഓൾറെഡി ഈ ഒരു സ്റ്റുഡൻറ്റ് എന്താണ്, ഇവിടെ ഫെയിൽഡാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്ത് ചെയ്ത് കൊടുത്തു, ഞാൻ റെഡ് കളർ കൊടുത്തു. ഇവിടെ ആ സ്റ്റുഡൻറ്റ് പാസ്സാണ്, അതുകൊണ്ട് എന്ത് ചെയ്ത് കൊടുത്തു, ഞാൻ അവിടെ ഗ്രീൻ കളർ കൊടുത്തു. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടീഷൻ എന്തായിരുന്നു, 600 മാർക്കിന് മുകളിൽ കിട്ടിയ കുട്ടികളെല്ലാവരും പാസും അല്ലാത്തവരെന്താണ് ഫെയിൽഡ് ആവണമെന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് 45 മാറ്റി ഞാൻ ഇവിടുന്ന് 98 കൊടുത്തു. അപ്പോൾ 98 എടുത്തപ്പോൾ വീണ്ടും വന്നിട്ടില്ല, ഞാൻ വീണ്ടും ഒരു 98 കൊടുക്കുകയാണ്. അപ്പോൾ നോക്കിയേ, ഇത് ഓൾറെഡി പാസ്സായി, പക്ഷേ എന്ത് മാറിയിട്ടില്ല, സെല്ലിൻ്റെ കളർ ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കൺട്രോൾ ഇസഡ് അടിച്ച് ഞാൻ എന്തെങ്കിലും ബാക്കിലേക്ക് വരാണ്. ഞാൻ ഈ സെല്ല് ഡൗൺ ആയിട്ട് സെലക്ട് ചെയ്യുകയാണ്. ഈ സെല്ല് ഡൗൺ ആയിട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എന്താണ് ഇൻ കേസ് 7th, അതായത് ഇപ്പോൾ 7th ഒരു സ്റ്റുഡൻറ്റിൻ്റെയും കൂടി ലിസ്റ്റ് ആഡ് ചെയ്യണമെന്ന് വയ്ക്കുക. ഇവിടെ 7th ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലിസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് വേണം, ഓട്ടോമാറ്റിക്കായിട്ടും പാസ്സാണോ ഫെയിൽഡാണോ അത് വേണം, ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വേണം, അതിൻ്റെ അവിടെ കളറും ചേഞ്ച് ആവണം. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് കൊടുത്തത്, ഞാൻ ഇവിടെ നിന്ന് സെല്ല് ഡൗൺ ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തത്. ഓക്കെ, ഇതിന് ശേഷം എന്താ ചെയ്യുക, നമുക്കിത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ഹോം മെനുവിൽ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യണോട്ടോ, എന്നാലാണ് ആ ഫംഗ്ഷൻസ് കംപ്ലീറ്റ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഹോം മെനുവിൽ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ അതിലെ സെൽസ് ആൻഡ് റൂൾസിൽ നമുക്കിത് ഇവിടുന്ന് ഇക്വൽ ടു എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഹോം മെനുവിൽ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ഹൈലൈറ്റ് സെൽസ് ആൻഡ് റൂൾസിൽ ഇക്വൽ ടു. ഓക്കെ, നമ്മളിത് ചോദിച്ചിട്ടുണ്ട്, എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതായത് ഫോർമാറ്റ് സെൽ ആൻഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഞാൻ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, പാസ് എന്ന് കൊടുക്കുകയാണ്, PASS. ഇവിടുന്ന് എങ്ങനെയാണോ മെസ്സേജ് കിട്ടിയിരിക്കുന്നത് PASS എന്ന് തന്നെ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു എസ് കൂടി പോകാനും പാടില്ല, ഒരു എസ് കുറഞ്ഞു പോകാനും പാടില്ല. എങ്ങനെയാണോ നമ്മൾ മെസ്സേജ് ഇവിടെ തെളിയിച്ചിരിക്കുന്നത് ആ ഒരു മെസ്സേജ് തന്നെ എന്ത് ചെയ്ത് കൊടുക്കണം, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ PASS എന്നാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും PASS എന്ന് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തോളണം. എന്നാലാണ് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് റിസൾട്ട് നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 2 സ്ഥലത്ത് കണ്ടോ ഒരു റെഡ് കളർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ലൈറ്റ് റെഡ് ഫില്ല് വിത്ത് ഡാർക്ക് റെഡ് ടെക്സ്റ്റ്, ആ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ആ സംഭവം കൊടുക്കാം കേട്ടോ. അതും അല്ലെങ്കിൽ നമുക്കിത് ഇവിടുന്ന് ഇപ്പോൾ യെല്ലോ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി പോയേക്കാം. അതിനുശേഷം ഞാൻ കസ്റ്റം ഫോർമാറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇവിടുന്ന് ഫില്ലെന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. കസ്റ്റം ഫോർമാറ്റിക്കിൽ ഫില്ലെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്, പാസ്സായ സ്റ്റുഡൻറ്റിനെല്ലാം ഗ്രീൻ കളറ്, ഫെയിൽഡായ സ്റ്റുഡൻറ്റിനെല്ലാം റെഡ് കളർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോർ കളേഴ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടുന്ന് സ്റ്റാൻഡേർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറേ കളേഴ്സൊക്കെ നമുക്കിവിടുന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തൽക്കാലം ഞാൻ അതിലേക്ക് പോകല. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ പ്രസ് ചെയ്തു കണ്ടോ. അപ്പോൾ പാസ്സായ സ്റ്റുഡൻറ്റിന് എന്ത് ചെയ്തിട്ട് ഒരു ഗ്രീൻ കളർ കിട്ടി. വീണ്ടും പണ്ടത്തെ പോലെ തന്നെ സെല്ല് ഡൗൺ ആയിട്ട് സെലക്ട് ചെയ്യുക. ഡൗൺ ആയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ സമയത്ത് നോക്കിയിട്ട് കണ്ടോ ഇങ്ങനെ വരും കേട്ടോ. ആ പിയുടെ സെല്ലിൻ്റെ കംപ്ലീറ്റ് ആണ് മേളിലേക്ക് വയ്ക്കുന്ന സമയത്ത് ഒരു ഡൗൺ ആ ഒരു മാർക്ക് വരും. അങ്ങനെ വരുന്ന സമയത്താണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെല്ല് ഡൗൺ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യുക, കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ഹൈലൈറ്റ് സെൽസ് ആൻഡ് റൂൾസിൽ ഇക്വൽ ടു വരാൻ നമുക്ക് എന്താ കൊടുക്കേണ്ടത്, ഫെയിൽഡാണ്. അപ്പോൾ FAILD അല്ല കൊടുത്തത്, FLD എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇത് FLD എന്ന് ടൈപ്പ് ചെയ്യുക. എന്താ റെഡ് കളറാണ് പറഞ്ഞിരിക്കുന്നത്. കസ്റ്റം ഫോർമാറ്റിങ്ങിൽ ഫില്ലിൽ എന്ത് റെഡ്. ഓക്കെ വേണ്ട, ഫെയിൽഡായ സ്റ്റുഡൻറ്റിൻ്റെ എല്ലാം ഒരു റെഡ് കളർ കിട്ടി. ഞാൻ 7th ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു പേര് കൊടുക്കുകയാണ്, EFG എന്ന് കൊടുക്കുകയാണ്. ഞാൻ ആ ഒരു സ്റ്റുഡൻറ്റിന് കിട്ടിയ മാർക്ക് ക്യാപ്സ് ലോക്കാക്കി 78 12 56 സോറി ഇപ്പോൾ കണ്ടോ, ഇത് ഓൾറെഡി ഈ കൊച്ചെന്താണ്, ഈ ഒരു സ്റ്റുഡൻറ്റ് എന്താണ് ഇവിടെ പാസ്സാണ്. അപ്പോൾ ഞാൻ 858 അല്ല കേട്ടോ, ഞാനൊരു 45 കൊടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് എന്താണ് 600 മാർക്കിന് കൂടുതലാണ്, അതുകൊണ്ട് അവിടെ പാസ്സായി. അപ്പോൾ എന്താ, ഓട്ടോമാറ്റിക്കായിട്ട് പാസ്സാണോ ഫെയിൽഡാണോ അത് വന്നു, ടോട്ടൽ മാർക്ക് വന്നു, സെല്ലിൻ്റെ കളറും മാറി. ഞാൻ ഇവിടെ നിന്ന് ഒരു 78 മാറ്റി ഒരു 10 ആക്കി കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു 10 ആക്കാണ്.
ഇവിടെ ഒരു 10 ആക്കാണ്. 10. ഇപ്പോൾ കണ്ടോ ടോട്ടൽ മാർക്കിനേക്കാളും കുറഞ്ഞു. 596. നമ്മുടെ കണക്ക് എത്രയാ? 600 അപ്പോൾ 600 താഴെയാണ് 596 ഒരു സെല്ല്, ഒരു വാല്യൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്തു വന്നത്, ഇവിടെ പാസ്സാണോ ഫെയിൽഡ് ആണോ അത് വന്നത്. ഓക്കെ, ഇതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ചെയ്യാൻ തരാം. അതായത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാണ്, പുതിയൊരു സെല്ല് ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ നിന്ന് ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് കൊടുക്കണം. BANK ഡീറ്റെയിൽ. ഇനി ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പിന്നെ ബാങ്ക് 2021 എന്ന് പറഞ്ഞൊരു കണക്ക് കൊടുക്കാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ബോൾഡാക്കി ജസ്റ്റ് ഒന്ന് അങ്ങനെ സെലക്ട് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലുതാക്കി കൊടുക്കാം. SLനോ 1 2 3 4 5 6 ഒരു 6 പേരുടെ കൊടുക്കാം കേട്ടോ. നെയിം ABCD എന്ന് തന്നെ കൊടുക്കുകയാണ്. ABCDEFG വരിക. മന്ത് കൊടുക്കുകയാണ്. അപ്പോൾ ജാൻ. ഇതിന് ശേഷം ഓരോ വ്യക്തിയും ആ ബാങ്കിൽ നിന്നും എടുത്ത എമൗണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അടച്ച എമൗണ്ട് ആയിക്കോട്ടെ, കൊടുക്കാനുള്ള എന്തും ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ അടച്ച എമൗണ്ടിൻ്റെ തന്നെ എടുക്കാം. 100 100 200 300 400 800. അപ്പോൾ ഓരോ വ്യക്തിയും A ജനുവരി മാസം 100 രൂപ അടിച്ചു, B 100 രൂപ, C 200 രൂപ അങ്ങനെ അടിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യണം, 45 52 മൊത്തം കൺട്രോൾ അടിച്ച് അലൈൻമെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിനെ അലൈൻമെൻറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ ടോട്ടൽ കാണാണ്. TOTTA. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് റിസൾട്ട് എന്ന് പറയും ഒരു സെല്ലിന് പേര്, ഒരു നെയിം ക്രിയേറ്റ് ചെയ്യണം. റിസൾട്ട് എന്ന് പറയും. ടോട്ടൽ എമൗണ്ട് 500 മുകളിലാണെങ്കിൽ എന്താണ്, ഇവിടെ എസ് ആവണം, അല്ലാത്തവരെന്താവണം, നോ ആവണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോൾ പണ്ടത്തെ ആ ഫംഗ്ഷൻ തന്നെ ഈക്വൽ ടു ഇഫ് വെച്ച് നമുക്ക് ആ റിസൾട്ട് കാണാൻ പറ്റും. ഞാൻ ഒന്നുകൂടിയും പറയുകയാണ്, ടോട്ടൽ മാർക്ക് 500 മുകളിലാണെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ റിസൾട്ട് എന്ത് വരണം, എസ് എന്ന് വരണം, അല്ലാത്തവരെന്ത് വരണം, നോ എന്ന് വരണം. ടോട്ടൽ മാർക്ക് 500 താഴെ ആണെങ്കിൽ എന്ത് വരണം, അവിടെ റിസൾട്ട് നോ എന്ന് വരണം. ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം.